Hi friends, welcome to MEMMAS kitchen. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യ് ചേർത്തുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടിയാണ്. കിഴങ്ങ് മെഴുക്കുപുരട്ടിക്ക് വേണ്ട ചേരുവകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് 4 കിഴങ്ങാണ്. അത് ഞാനിവിടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 സവോള, അത് സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 3 പച്ചമുളക്, അതിങ്ങനെ കീറിയിട്ട് നീളം കുറച്ചതാണ്. പിന്നെ 6 അല്ലി വെളുത്തുള്ളി. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. ഞാനൊരു ചട്ടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കിഴങ്ങ് ആദ്യം നമുക്ക് അരിഞ്ഞിടാം. കിഴങ്ങ് ഇതുപോലെ ചതുരത്തിൽ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. കിഴങ്ങ് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ തീരെ കുറവ് വെള്ളം വെച്ചാൽ മതി. ഇനി ഇത് അടുപ്പിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് കിഴങ്ങ് വെന്ത് നല്ല വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് താളിക്കുന്നതെന്ന് നോക്കാം. ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ആദ്യം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കടുകും കൂടി ഇടാം. കടുക് പൊട്ടുമ്പോൾ നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മസാലപ്പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. മുളക് പൊടി കരിഞ്ഞു പോകാൻ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ചേരുവ കൂടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ മെഴുക്കുപുരട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് വരും. ഇനി ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കിഴങ്ങ് മെഴുക്കുപുരട്ടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. നെയ്യ് ചേർക്കുന്നതുകൊണ്ട് നമ്മൾ മെഴുക്കുപുരട്ടി കഴിക്കാൻ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ചൂടാക്കിയിട്ട് വേണം എടുക്കാൻ. എന്നാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു മെഴുക്കുപുരട്ടിയാണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്